നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ CBI, NTAയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെയും CBI ചോദ്യം ചെയ്തേക്കും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖല പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നുവെന്നാണ് CBIയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജ് ഷിരോളയെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിലപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് തന്നെ വലിയ നാണക്കേടായ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ കൂടുതൽ അറസ്റ്റ് എങ്ങനെയായിരിക്കും, അന്വേഷണം ഏത് തരത്തിലായിരിക്കും? ഇതിനിടയിൽ ഈ കുറ്റമറ്റ രീതിയിൽ പുനഃപരീക്ഷ നടത്താനുള്ളൊരു തീവ്ര ശ്രമം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും നടത്തുന്നുണ്ടല്ലേ? ഉറപ്പായും അങ്ങനെയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ വലിയ തോതിലുള്ള അന്വേഷണം നടന്നു. CBI ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രൊഫസർമാരെ NDAയുടെ ഭാഗമായി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനടക്കം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെയും ഒപ്പം ചോദ്യപേപ്പർ തയ്യാറാക്കാൻ ആ സംഘത്തിലുണ്ടായിരുന്ന അധ്യാപകരെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നതാണ്. കൂടുതൽ അറസ്റ്റിലേക്ക് CBI പോകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജിനെ അറസ്റ്റ് ചെയ്തിരുന്നു. NDAയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്. ഏതായാലും ഇനി അടുത്ത ഘട്ട പരീക്ഷയിൽ ഒരു തരത്തിലുള്ള ന്യൂനതയും വരാതെ, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാതെ ഇരിക്കാനുള്ള സൂക്ഷ്മത പ്രത്യേകം NDA ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും നൽകിയിരിക്കുന്നത്. ശരി ആദിൽ, ശരി.